നമ്മുടെ 8ാമത്തെ ക്ലാസ്സാണ്. ഇതുവരെ നമ്മളെന്ത് പഠിച്ചു എന്നുള്ളത് കഴിഞ്ഞതിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കത് വീണ്ടും ഒന്നുകൂടി എന്താക്കാം, ചർച്ച ചെയ്യാം. ഓക്സിലറി വെർബുകൾ, പ്രൈമറി ഓക്സിലറി. ഈസ്, ആമ, ആറ്, ആകുന്നു. വാസ്, വേറെ, ആയിരുന്നു. ഡു, ഡസ്, ചെയ്യുന്നു. ഡിഡ്, ചെയ്തു. ഹാസ്, ഹാവ്, ഉണ്ട്. ഹാഡ്, ഉണ്ടായിരുന്നു. പിന്നെ മോഡൽ ഓക്സിലറീസ് 13 വിൽ, ചെയ്യും. വുഡ്, ചെയ്യുമായിരുന്നു. ഷാൽ, ചെയ്യും. ഷുഡ്, ചെയ്യണം. ക്യാൻ, കഴിയും. കുഡ്, കഴിഞ്ഞു. മേ, ചെയ്തേക്കാം. മൈറ്റ്, മിക്കവാറും ചെയ്തേക്കും. മസ്റ്റ്, നിർബന്ധമായും ചെയ്യണം. നീഡ്, ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഡെയർ, ചെയ്യുവാനുള്ള ധൈര്യമുണ്ട്. യൂസ്ഡ് ടു, ചെയ്യാറുണ്ടായിരുന്നു. ഓഡ് ടു, ചെയ്യുവാനുള്ള ബാധ്യതയുണ്ട്. ഐ ആം എ സ്റ്റുഡൻറ്റ്, ഞാനൊരു വിദ്യാർത്ഥിയാണ്. ഹീസ് എ സ്റ്റുഡൻറ്റ്, അവനൊരു വിദ്യാർത്ഥിയാണ്. ദേ ആർ സ്റ്റുഡൻറ്റ്സ്, അവർ വിദ്യാർത്ഥികളാണ്. ഐ വാസ് എ സ്റ്റുഡൻറ്റ്, ഞാൻ വിദ്യാർത്ഥിയായിരുന്നു. ദേ വെർ സ്റ്റുഡൻറ്റ്സ്, അവർ വിദ്യാർത്ഥികളായിരുന്നു. ഐ ഹാവ് എ ഹോം, എനിക്കൊരു വീടുണ്ട്. ഹി ഹാസ് എ ബാഗ്, അവനൊരു ബാഗുണ്ട്. ഐ ഹാഡ് എ ക്യാറ്റ്, എനിക്കൊരു പൂച്ചയുണ്ട്. ഐ വിൽ ബി എ സ്റ്റുഡൻറ്റ്, ഞാനൊരു വിദ്യാർത്ഥി ആയിരിക്കും. ദേ ഷാൽ ബി സ്റ്റുഡൻറ്റ്സ്, അവർ വിദ്യാർത്ഥികളായിരിക്കും. ഐ ഷുഡ് ബി എ സ്റ്റുഡൻറ്റ്, ഞാനൊരു വിദ്യാർത്ഥി ആകണം. ഐ ക്യാൻ ബി എ സ്റ്റുഡൻറ്റ്, എനിക്കൊരു വിദ്യാർത്ഥിയാകാൻ കഴിയും. ഐ കുഡ് ബി എ സ്റ്റുഡൻറ്റ്, എനിക്കൊരു വിദ്യാർത്ഥിയാകാൻ കഴിഞ്ഞു. ഐ മേ ബി എ സ്റ്റുഡൻറ്റ്, ഞാനൊരു വിദ്യാർത്ഥി ആയേക്കാം. ഐ മൈറ്റ് ബി എ സ്റ്റുഡൻറ്റ്, ഞാൻ മിക്കവാറും ഒരു വിദ്യാർത്ഥി ആയേക്കും. ഐ മസ്റ്റ് ബി എ സ്റ്റുഡൻറ്റ്, ഞാൻ നിർബന്ധമായി ഒരു വിദ്യാർത്ഥി ആകണം. ഐ നീഡ് ബി എ സ്റ്റുഡൻറ്റ്, എനിക്കൊരു വിദ്യാർത്ഥി ആകേണ്ട ആവശ്യമുണ്ട്. ഐ ഡെയർ ബി എ സ്റ്റുഡൻറ്റ്, എനിക്കൊരു വിദ്യാർത്ഥിയാകാനുള്ള ധൈര്യമുണ്ട്. ഐ യൂസ്ഡ് ടു ബി എ സ്റ്റുഡൻറ്റ്, ഞാനൊരു വിദ്യാർത്ഥി ആകാറുണ്ടായിരുന്നു. ഐ ഓട്ട് ടു ബി എ സ്റ്റുഡൻറ്റ്, എനിക്കൊരു വിദ്യാർത്ഥിയാകേണ്ട ബാധ്യതയുണ്ട്. ഐ ഗോ, ഞാൻ പോകുന്നു അല്ലെങ്കിൽ പോവാറുണ്ട്. ഐ ആം ഗോയിങ്, ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. ഐ ഹാവ് ഗോൺ, ഞാൻ പോയിട്ടുണ്ട് അല്ലെങ്കിൽ പോയി കഴിഞ്ഞു. ഐ വെൻറ്റ്, ഞാൻ പോയി. ഐ വാസ് ഗോയിങ്, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഐ ഹാഡ് ഗോൺ, ഞാൻ പോയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പോയി കഴിഞ്ഞിരുന്നു. ഐ വിൽ ഗോ, ഞാൻ പോകും. ഐ വിൽ ബി ഗോയിങ്, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാവും. ഐ വിൽ ഹാവ് ഗോൺ, ഞാൻ പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ പോയി കഴിഞ്ഞിട്ടുണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒക്കെ ചെയ്യുന്നു, ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഞാനൊരു വിദ്യാർത്ഥിയാണ്, അവർ വിദ്യാർത്ഥികളാണ്, അവർ ടീച്ചർമാരാണ്. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചെയ്യാറില്ല, ചെയ്തുകൊണ്ടിരിക്കുന്നില്ല, വരുന്നില്ല, പോകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ വിദ്യാർത്ഥിയല്ല, അവനൊരു നല്ല കുട്ടിയല്ല, ഇങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല. ഇനി ഇതാണ് നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പം നോട്ട് എന്നുള്ള ഒറ്റ വാക്ക് ഇതിൻ്റെ കൂട്ടി ചേർത്ത് വെച്ചാൽ മതി. ഓക്സിലറി വെർബിൻ്റെ കൂട്ടി ചേർത്താൽ അതിന് നെഗറ്റീവ് മീനിങ് കിട്ടി, അല്ലെങ്കിൽ ഇല്ല, അല്ല എന്നുള്ള അർത്ഥം കിട്ടും. നമുക്ക് പ്രൈമറി ഓക്സിലറിൻ്റെ കൂടെ ആദ്യം നോട്ട് വെച്ച് നോക്കാം. ഈസ് നോട്ട്, അല്ല. ആം നോട്ട്, അല്ല. ആർ നോട്ട്, അല്ല. വാസ് നോട്ട്, വെയർ നോട്ട്, ആയിരുന്നില്ല. ഡു നോട്ട്, ചെയ്യുന്നില്ല. ഡസ് നോട്ട്, ചെയ്യുന്നില്ല. ഡിഡ് നോട്ട്, ചെയ്തില്ല. ഹാസ് നോട്ട്, ഇല്ല. ഹാവ് നോട്ട്, ഇല്ല. ഹാഡ് നോട്ട്, ഉണ്ടായിരുന്നില്ല. നമുക്കത് സെൻറ്റൻസിലേക്ക് ആക്കി നോക്കാം. ഐ എം നോട്ട് എ ബെഗർ, ഞാനൊരു പിച്ചക്കാരനല്ല. ഐ വാസ് നോട്ട് എ തീഫ്, ഞാനൊരു കള്ളനല്ല. വി ആർ നോട്ട് സ്ലേവ്സ്, ഞങ്ങൾ അടിമകളല്ല. ദേ വെർ നോട്ട് പെറ്റ്സ്, അവർ അടിമകളായിരുന്നില്ല. ഹീസ് നോട്ട് ബാഡ്, അവൻ മോശക്കാരനല്ല, അവൻ മോശമല്ല. ഷി വാസ് നോട്ട് ഗുഡ്, അവൾ നല്ലവളായിരുന്നില്ല. പോലെ തന്നെ ബാക്കിയുള്ളത് നമ്മളൊന്ന് പറഞ്ഞു നോക്കല്ലേ.
ഇനി മോഡൽ ഓക്സിലറികളുടെ കൂട്ടത്തിൽ നോട്ട് ചേർത്താൽ എങ്ങനെ കിട്ടും? വിൽ നോട്ട് ചെയ്യില്ല, വുഡ് നോട്ട് ചെയ്യുമായിരുന്നില്ല, ഷാൽ നോട്ട് ചെയ്യില്ല, ഷുഡ് നോട്ട് ചെയ്യേണ്ട, കനോട്ട് കഴിയില്ല, കുഡ് നോട്ട് കഴിഞ്ഞില്ല, മേ നോട്ട് ചെയ്തേക്കില്ല, മൈറ്റ് നോട്ട് മിക്കവാറും ചെയ്തേക്കില്ല, മസ്റ്റ് നോട്ട് നിർബന്ധമായും ചെയ്യേണ്ട, നീഡ് നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഡെയർ നോട്ട് ചെയ്യുവാനുള്ള ധൈര്യമില്ല, യൂസ് നോട്ട് ടു ചെയ്യാറുണ്ടായിരുന്നില്ല, ഓട്ട് നോട്ട് ടു ചെയ്യുവാനുള്ള ബാധ്യതയില്ല. ഐ എം നോട്ട് എ സ്റ്റുഡൻറ്റ്, ഞാനൊരു വിദ്യാർത്ഥിയല്ല. ഹീസ് നോട്ട് എ സ്റ്റുഡൻറ്റ്, അവനൊരു വിദ്യാർത്ഥിയല്ല. ദേ ആർ നോട്ട് സ്റ്റുഡൻസ്, അവർ വിദ്യാർത്ഥികളല്ല. ഐ വാസ് നോട്ട് എ സ്റ്റുഡൻറ്റ്, ഞാനൊരു വിദ്യാർത്ഥി ആയിരുന്നില്ല. ദേ വെയർ നോട്ട് സ്റ്റുഡൻസ്, അവർ വിദ്യാർത്ഥികളായിരുന്നില്ല. ഐ ഹാവ് നോട്ട് എ ഹോം, എനിക്കൊരു വീടില്ല. ഹി ഹാസ് നോട്ട് എ ബാഗ്, അവനൊരു ബാഗില്ല. ഐ ഹാഡ് നോട്ട് എ ക്യാറ്റ്, എനിക്കൊരു പൂച്ച ഉണ്ടായിരുന്നില്ല. ഐ വിൽ നോട്ട് ബി എ സ്റ്റുഡൻറ്റ്, ഞാനൊരു വിദ്യാർത്ഥി ആയിരിക്കില്ല. ദേ ഷാൽ നോട്ട് ബി സ്റ്റുഡൻസ്, അവർ വിദ്യാർത്ഥികളായിരിക്കില്ല. ഐ വുഡ് നോട്ട് ബി എ സ്റ്റുഡൻറ്റ്, ഞാനൊരു വിദ്യാർത്ഥി ആവുമായിരുന്നില്ല. ഐ ഷുഡ് നോട്ട് ബി എ സ്റ്റുഡൻറ്റ്, ഞാനൊരു വിദ്യാർത്ഥി ആകണ്ട. ഐ കനോട്ട് ബി എ ബാഡ് സ്റ്റുഡൻറ്റ്, എനിക്കൊരു ചീത്ത വിദ്യാർത്ഥിയാകാൻ കഴിയില്ല. ഐ കുഡ് നോട്ട് ബി എ ബാഡ് സ്റ്റുഡൻറ്റ്, എനിക്കൊരു ചീത്ത വിദ്യാർത്ഥിയാകാൻ കഴിഞ്ഞില്ല. ഐ മേ നോട്ട് ബി എ സ്റ്റുഡൻറ്റ്, ഞാനൊരു വിദ്യാർത്ഥി ആയേക്കില്ല. ഐ മൈറ്റ് നോട്ട് ബി എ സ്റ്റുഡൻറ്റ്, ഞാൻ മിക്കവാറും ഒരു വിദ്യാർത്ഥി ആയേക്കില്ല. ഐ മസ്റ്റ് നോട്ട് ബി എ സ്റ്റുഡൻറ്റ്, ഞാൻ നിർബന്ധമായ ഒരു വിദ്യാർത്ഥി ആകണ്ട. ഐ നീഡ് നോട്ട് ബി എ സ്റ്റുഡൻറ്റ്, എനിക്കൊരു വിദ്യാർത്ഥി ആകേണ്ട ആവശ്യമില്ല. ഐ യൂസ് നോട്ട് ബി എ സ്റ്റുഡൻറ്റ്, ഞാനൊരു വിദ്യാർത്ഥി ആകാറുണ്ടായിരുന്നില്ല. ഐ ഓട്ട് നോട്ട് ബി എ സ്റ്റുഡൻറ്റ്, എനിക്കൊരു വിദ്യാർത്ഥി ആകേണ്ട ബാധ്യതയില്ല. നമ്മളിന്ന് കൂടുതലായിട്ടൊന്നും പഠിച്ചിട്ടില്ല. നമ്മൾ മുൻപ് പഠിച്ച ഓക്സിലറി വെർബ് 24 കൂടെ നോട്ട് ചേർത്തു. നോട്ട് ചേർക്കുമ്പോൾ അതിന് നെഗറ്റീവ് മീനിങ് ഇല്ല, അല്ല, ചെയ്യല്ല, ചെയ്തുകൊണ്ടിരിക്കുകയല്ല എന്നൊക്കെ അർത്ഥം കിട്ടുന്നു നമ്മൾ മനസ്സിലാക്കി. അത് വെച്ചുകൊണ്ട് ഈ നോട്ട് വെച്ചുകൊണ്ട് കുറച്ച് നെഗറ്റീവ് സെൻറ്റൻസ് നമ്മൾ ഉണ്ടാക്കി നോക്കി. ഇത്രയും മാത്രമാണ് ഇന്ന് നമ്മൾ ചെയ്തത്. നമ്മളിനി ചെയ്യേണ്ടത് ഈ നെഗറ്റീവിലേക്ക് നമ്മൾ ക്രിയകൾ ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോകുന്നു, പോയിക്കൊണ്ടിരിക്കുന്നു, പോയിട്ടുണ്ട്, പോയി കഴിഞ്ഞു, പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഇങ്ങനെയുള്ള സെൻറ്റൻസുകളൊക്കെ പോകാറില്ല, പോയിക്കൊണ്ടിരിക്കുകയായിരുന്നില്ല, പോയിട്ടില്ല, പോകില്ല തുടങ്ങിയ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അത് പക്ഷേ നമ്മളെ ക്ലാസ് 10 മിനിറ്റിൽ ഒതുക്കുക എന്നുള്ള ഇതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നാളെ ആക്കാമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിൽ തന്നെ പോയിട്ടുണ്ട്. അപ്പം പോസ് ചെയ്യേണ്ട സ്ഥലത്ത് പോസ് ചെയ്തിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി, നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞൊരു ഒരാഴ്ച കഴിഞ്ഞിട്ടൊരു റിവിഷൻ നടത്തി നോക്കുകയാണ് ശരിക്കും നമ്മൾ. അപ്പോൾ വായിച്ച് നോക്കിയിട്ട് തന്നെ മുന്നോട്ട് പോയാൽ മതി ശരിക്കും പഠിച്ചതിന് ശേഷം. അപ്പം ഇന്നത്തെ ഈ അവസാന സ്ലൈഡടക്കം നമ്മൾ ഇതുവരെ മുൻപെന്താ പഠിച്ചത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന സ്ലൈഡുകളാണ് അല്ലെങ്കിൽ വീഡിയോ ആണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളതൊന്നും കൂടി ഉറപ്പിക്കുക ഈ സമയം. നാളെ ബാക്കി കൂടി നമുക്ക് പഠിച്ചതിന് ശേഷം നെഗറ്റീവ് നമുക്ക് പഠിച്ച് തീർക്കാം, ക്ലോസ് ചെയ്യാം നാളെ. താങ്ക് യു.